Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇത് ശർക്കര വെച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ മധുരം എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് മൈദ ഞാനൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഉപ്പും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി ടൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ലൂസ് ആയിട്ടുള്ള രീതിയിൽ ഇത് കുഴച്ചെടുക്കരുത്. ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനപ്പോൾ ഇത് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം എന്ന് പറയുന്നത് അര ഗ്ലാസ് ഇല്ല, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതാ ഒത്തിരി മുറുക്കി എടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസായിട്ടും അല്ല, ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം എണ്ണയുടെ ആവശ്യം ഇതിനകത്തുണ്ട് കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റോളം സമയം എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ആ എണ്ണ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും ഇത് ഈ ഒരു എണ്ണയിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. എങ്കിലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ബേസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഇത് 1 മിനിറ്റോളം ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടുന്ന കാര്യം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് കടലപ്പരിപ്പ്, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. ഇതിനെ ചനാദാൽ എന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് ഒരു ഒരു ബൗളിനകത്തോട്ട് മാറ്റി ഒരു വെള്ളത്തിനകത്തോട്ട് 1 മണിക്കൂർ കുതിർക്കാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പൊക്കെ അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിൽ ഇത് 2 വിസിലിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ കഴിയുമ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ 2 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാട്ടോ എത്രത്തോളം വെന്തിട്ടുണ്ട്. ഒത്തിരി ഉടയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയാൻ മറക്കരുത്. നമ്മൾ വേവിച്ചിട്ടുള്ള വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് ഇത് മിക്സിയിൽ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് മാറ്റിയിടുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ശർക്കര, അതായത് 1/2 കപ്പ് കടലപ്പരിപ്പിന് 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ശർക്കര ഇതിന് പകരം നമുക്ക് ശർക്കര പാനി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ശർക്കര ചീവിയത് ഇതിനകത്ത് കരടില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഒരു ഏലക്കയുടെ കുരു അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. ഇതൊന്ന് ഇതുപോലെ ഈ ഒരു കണക്കിന് മിക്സിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താന്ന് പറയാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരിപ്പും ശർക്കരയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇതൊന്ന് ഈ ഒരു നെയ്യിലൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് ഒരു 2 മിനിറ്റ് സമയമെടുത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നെയ്യുടെ ഒക്കെ ഒരു നല്ലൊരു മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിനുള്ള ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഇതൊരു ബൗളിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റി വയ്ക്കാം. ഒത്തിരി വലിയ ബോൾസ് അല്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതോറും മനസ്സിലാവും അത് എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കുഞ്ഞ് ബോൾസ് ആയിട്ട് നമുക്കിതേപോലെ ലഡു ഒക്കെ പിടിക്കുന്നത് പോലെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അതല്ല, ഞാനിന്ന് ഇത് വേറൊരു രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞ് ബോൾസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്.
അങ്ങനെ ഇതാ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി എന്തായി നമ്മുടെ മൈദ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൈദയൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിലൊക്കെ ഒന്ന് ഇട്ട് കുതിർത്തത് കൊണ്ട് കണ്ടോ, ഒന്ന് തൊടുമ്പോഴത്തേക്കും ഒക്കെ അതങ്ങനെ എന്താ പറയുക, പഞ്ഞി പോലെ ഇങ്ങനെ ഈ സോനപ്പപ്പടിയൊക്കെ കഴിക്കുന്നത് പോലെയാണ്, വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് എങ്ങനെയാണ് ആ ഒരു ഫില്ലിംഗ് വെക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് കൂടാണെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഒരു ഷീറ്റ് പോലെ ഒരു കവർ പോലെ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ആ ഒരു മൈദയൊക്കെ മുക്കി വെച്ചിട്ടുള്ള എണ്ണയുണ്ടല്ലോ, അതിൽ നിന്ന് എന്തായാലും അത്യാവശ്യം എണ്ണ കാണും. അതിൽ നിന്ന് ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു ഷീറ്റിനകത്തോട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വളരെ സ്മൂത്തായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മൈദയിൽ നിന്ന് വളരെ കുറച്ച് ചെറിയൊരു ഉണ്ട മാത്രം മതിയാവും, അതാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇത് ഉണ്ടകളൊക്കെ ആക്കി സെറ്റാക്കി വെക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ അത് പരത്തുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ അത്യാവശ്യം ചെറിയൊരു ബോൾ സൈസിന് വലുപ്പത്തിലുള്ള ഈ ഒരു മൈദ എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് അല്പം ഒന്ന് പരത്തി കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഒരു മധുരം, നമ്മൾ കടലപ്പരിപ്പും ശർക്കര വെച്ചിട്ടുള്ള മധുരം വെച്ച് ഇതൊന്ന് മൂടിയെടുത്ത് എക്സ്ട്രാ കുറച്ച് ഭാഗം നമുക്ക് വരുവാണെങ്കിൽ അതൊന്ന് നമുക്ക് വലിച്ചെടുക്കണം കേട്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. കണ്ടോ, ഇതേപോലെ ഒരു നമുക്ക് എന്തോ ഒരു കൂജ പോലെ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ കിട്ടും. അത് നമുക്കിതിങ്ങനെ എടുക്കാം, കാരണം അതിൻ്റെ ആവശ്യമില്ല, അത് എക്സ്ട്രാ വന്നിട്ടുള്ള മാവാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് ആ ഒരു ബൗളിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഇതൊന്ന് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കുക, ഒരു ഉണ്ടയാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഉണ്ടകൾ ബോൾസ് ഇവിടെ റെഡിയാണ്. പക്ഷെ ഇത് നമുക്കിതൊരു എന്താ പറയുക, ഒരു പൊറോട്ട പോലെയൊക്കെ നമ്മളിത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഞാനിതെല്ലാം ബോൾസുകളാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ബോൾസുകളൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഷീറ്റിനകത്ത് അല്പം എണ്ണയൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷീറ്റിനകത്തോട്ടാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തി പലകയിലോ അങ്ങനെ ഒന്നുമല്ല പരത്താൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ബോൾ എടുക്കുക, അത് ഈ ഒരു ഷീറ്റിനകത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ 4 വിരൽ കൊണ്ട് ഇതേപോലെ അതിങ്ങനെ കണ്ടോ, ഇങ്ങനെ പരത്തി കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. അല്ലെങ്കിൽ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വലിയതായിട്ട് ഇത് ചെയ്യാൻ പറ്റും, അതായത് ഒരു പൊറോട്ടയൊക്കെ കഴിക്കുന്ന ഒരു ചപ്പാത്തിയിലൊക്കെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് അത്ര ആ ഒരു എന്താ പറയുക കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു വട്ടാക്കി എടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു സ്വീറ്റ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കണക്കിന് കൊച്ചതാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതിവിടെ 2 രീതിയിലും ചെയ്യുന്നുണ്ട്, കുഞ്ഞിതായിട്ടും വലുതായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ സംഭവം അവിടെ റെഡിയാണ്. നമുക്കിത് ഈ ഒരു മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടോ, നമുക്കിതിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈങ് പാൻ വെക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ എന്താണെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ഈ കവർ എടുക്കുക. കവറിൽ നിന്ന് വളരെ ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഇതേപോലെ അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അതവിടെ ആവുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒരു 2-3 എണ്ണം കൂടെ ഇതുപോലെ ഒന്ന് പരത്തി കാണിക്കാം. ഇനി നമുക്ക് എന്തായി നോക്കാം. കണ്ടോ, ഇതിനകത്തോട്ട് ഞാൻ അല്പം കൂടെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമുക്കിതിനകത്ത് ഓൾറെഡി അത്യാവശ്യം എണ്ണയൊക്കെ കുടിച്ചിട്ടുള്ളതാണ് മൈദ എങ്കിൽ പോലും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു നിറമൊക്കെ മാറി വരുന്നത് വരെ, നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ ഒരു നിറം മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുമല്ലോ, ആ ഒരു നിറം മാറുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഒരു സ്വീറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് പൊറോട്ട ഇവിടെ റെഡിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ട് വരാം. ഇനി ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വലുപ്പത്തിനാണ് നമ്മളൊരു ഇച്ചിരി കട്ടിയിൽ അത്യാവശ്യം വലുപ്പത്തിനാണ് ഞാനിത് എടുക്കുന്നത്. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് സ്നാക്കായിട്ട് കയ്യിലൊക്കെ ഈസി ആയിട്ട് പിടിച്ചു കൊണ്ട് നടക്കാനും പറ്റും, കാരണം അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇതാ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ നിറമൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ മൈദ കൊണ്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വളരെ നല്ല ഫില്ലിംഗ് ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ ചുമ്മാ നമ്മൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി നല്ലത് ഇങ്ങനത്തെ ഫില്ലിംഗ് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം കടലപ്പരിപ്പൊക്കെ ആണെങ്കിലും വളരെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.